മക്കളെ, ഇന്ന് നമുക്ക് ഒരു കവിത പഠിക്കാം. കേദാർനാഥ് അഗ്രവാളാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ, ധർത്തി ഭൂമി, യഹ് ഇത്, ഉസ് ആ എന്നുള്ള അർത്ഥം, ആ കിസാൻ ആ കർഷകൻ. അപ്പം എന്താ പറയുന്നത്? ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ആ കർഷകൻ്റേതാണ് ഈ ഭൂമി എന്നാണ് പറയുന്നത്. ഏത് കർഷകൻ്റേതാണ് എന്ന് നമുക്ക് കവിതയിൽ നോക്കാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കർഷകൻ്റേതാണ്. ജോ ബൈലോം കെ കന്തോം പർ. ജോ പറഞ്ഞാൽ യാതൊരാളാണോ, ആരാണോ. ബൈലോം കെ കന്തോം പർ. ബൈലോം എന്ന് പറഞ്ഞാൽ കാളകൾ, കാളകളുടെ തോളിൽ. ബൈലോം കെ കന്തോം പർ, കാളകളുടെ തോളിൽ. ബർസാത്ത് ഗാമമേ. ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, ബർസാത്ത് മഴ, മഴയിലും. ഗാം എന്ന് പറഞ്ഞാൽ വെയില്, മഴയിലും വെയിലിലും. ജുവ, ജുവ എന്ന് പറഞ്ഞാൽ കലപ്പ, ജുവ കലപ്പ, ഉഴുതുമറിക്കുന്ന കലപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഇതാ കണ്ടോ, ഇതാണ് കലപ്പ. ഈ കാളകളുടെ കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് കലപ്പ. കലപ്പ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇങ്ങനെ ഒരു കൂർപ്പുള്ള, ഇങ്ങനെ താഴോട്ടേക്ക് കണ്ട, അങ്ങനെ നിലം ഉഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കൂർപ്പുള്ള സാധനം കാണില്ലേ? അപ്പം എന്താ പറയുന്നത്? ജുവ ഭാഗ്യക്ക രഘു ദേത്താഹേ. ഭാഗ്യമാകുന്ന ജുവ, നുകം വെച്ചിട്ട്. ഗൂൻ ചാർത്തി ഹുയി വായുമേ. ഗൂൻ എന്ന് പറഞ്ഞാൽ രക്തം, രക്തം വറ്റുന്ന കാറ്റിൽ, രക്തം വറ്റുന്ന വായുവില്. പൈനി കുസി ഗേത്ത് കെ ഭീത്തർ. ഗേത്ത് പറഞ്ഞ വയല്, വയലിൻ്റെ ഉള്ളിൽ, വയലിൻ്റെ ഉള്ളിൽ. ദൂർ കലേജേ തക്ക്. ദൂരെ, അതിൻ്റെ ആ ഉള്ളിലേക്ക് വരെ, ആ എന്താ പറയുക, മണ്ണിൻ്റെ ഉള്ളിലേക്ക് വരെ. ലേ ജാക്കർ കൊണ്ടുപോയിട്ട്, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം. പൈനി കുസി ഗേത്ത് കെ ഭീത്തർ, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഉണ്ടല്ലോ, മൂർച്ചയുള്ള ഭാഗം മണ്ണിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട്. ജോത്ത് ഡാൽത്താ ഹേ മിട്ടിക്കോ. ജോത്ത് ഡാൽ എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക, ഉഴുതുമറിക്കുന്നു. മിട്ടിക്കോ മണ്ണിനെ, മണ്ണിനെ എന്ത് ചെയ്യുന്നു? ആ കലപ്പ ഉപയോഗിച്ചിട്ട് മണ്ണിനെ ഉഴുത് മറിക്കുന്നു. പാംസ് ഡാൽക്കർ വളമിട്ട്, പാംസ് ഡാൽക്കർ. ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹേ. ബീജ് പറഞ്ഞാൽ വിത്ത്, വിത്ത് എന്ത് ചെയ്യുന്നു? ബോ ദേത്താ ഹേ. ബോ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേ നയി ഫസൽ കെ. നയേ വർഷ പുതിയ വർഷത്തിൽ. നയി ഫസൽ കെ പുതിയ വിളവിന് വേണ്ടി. പുതിയ വർഷത്തിൽ പുതിയ വിളവിന് വേണ്ടിയിട്ട് കർഷകൻ നിലമൊക്കെ ഉഴുതുമറിച്ച് വിത്ത് വിതയ്ക്കുന്നു. ടേർ അന്നക്ക ലഘു ജാത്താ ഹേ. ടേർ എന്ന് പറഞ്ഞാൽ കൂന, കൂമ്പാരം. അന്നക്ക അന്നത്തിൻ്റെ കൂമ്പാരം. ലഘു ജാത്താ ഹേ അന്നത്തിൻ്റെ കൂമ്പാരം ഉണ്ടാക്കുന്നു. അന്നത്തിൻ്റെ കൂമ്പാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർഷകൻ എന്തു ചെയ്യുന്നു? നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്തി വിത്തിടുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഇങ്ങനെയുള്ള ഈ ഭൂമി ഉസ് കിസാൻ കി ആ കർഷകൻ്റേതാണ്. നഹി രാവ് കി നഹി രംഗ് കി. നഹീം രാവ് കി നഹീം രംഗ് കി നഹീം കിസി കി നഹീം കിസി കി. ധർത്തി ഹേ കേവൽ കിസാൻ കി. ഈ ഭൂമി ആരുടേതാണ്? കർഷകൻ്റേതാണ്. നഹീം രാവ് കി രാജാവിൻ്റേതുമല്ല, മറ്റാരുടേതുമല്ല. നഹീം കിസി കി നഹീം കിസി കി മറ്റാരുടേതുമല്ല, മറ്റാരുടേതുമല്ല. രാജാവിൻ്റേതുമല്ല, ആരുടേതുമല്ല. പിന്നെ ആരുടേതാണ്? ഈ പണി ചെയ്യുന്ന കർഷകനുള്ളതാണ് ഭൂമി എന്നാണ് കവി പറയുന്നത്. ധർത്തി ഹേ കേവൽ കിസാൻ കി. ധർത്തി ഭൂമി കേവലം ആർക്കുള്ളതാണ്? കർഷകന് തന്നെ ഉള്ളതാണ്.
യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാരക്കി, ആരാണോ മണ്ണിൻ്റെ പൂർണ്ണ സംരക്ഷകൻ. ജോ മിട്ടി കെ സംഗ് സാത്ത് ഹി, ആരാണോ എപ്പോഴും മണ്ണിനോടൊപ്പം ചേർന്ന് ജീവിക്കുന്നത്. തബ്കർ ഗലുക്കർ മർക്കർ, ഉരുകി മരിച്ച് വളരെയധികം കഷ്ടപ്പെട്ട്, അതായത് ജ്വലിച്ച് ഉരുകി വെയിലത്തൊക്കെ കത്തി ജ്വലിച്ച് ഉരുകി ഒലിച്ച് മരിച്ച് പണിയെടുക്കാന്ന് അറിയില്ലേ, അങ്ങനെയെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് ഗപ്പാ രഹാ ഹേ ജീവൻ അപ്ന, തൻ്റെ ജീവിതം ചിലവഴിക്കുന്നത്. ഗപ്പാ രഹാ ഹേ ജീവൻ അപ്ന, അപ്നാ ജീവൻ ഗപ്പാ രഹാ ഹേ, സ്വന്തം ജീവിതം ചിലവഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കർഷകനുള്ളതാണ് ഈ ഭൂമി എന്ന് കവി പറയുന്നു. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന, അങ്ങനെ സ്വന്തം ജീവിതം കൃഷിക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച് ജീവിക്കുന്ന കർഷകൻ. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന, മിട്ടി മേ സോനെ കാ സപ്ന ദേഖ് രഹാ ഹേ, മണ്ണിൽ സോനേക്ക സപ്ന, സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. മണ്ണിൽ സ്വർണം വിളയുന്നത്, മണ്ണിൽ സ്വർണം വിളയാന്ന് പറഞ്ഞാൽ എന്താ, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുക എന്നാണോ? അല്ല, എന്താണ്, മണ്ണിൽ നന്നായിട്ട് കൃഷി ചെയ്തിട്ട് വിളവുണ്ടാകുക, വളരെയധികം നല്ല രീതിക്ക് വിളവുണ്ടാകുന്നത് കർഷകൻ സ്വപ്നം കാണുന്നു. മിട്ടി കി മഹിമ ഗാത്താ ഹേ, കർഷകൻ മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മിട്ടി കി മഹിമ ഗാത്താ ഹേ, മണ്ണിൻ്റെ മഹത്വം കർഷകൻ പാടുന്നു. മിട്ടി കെ ഹി അന്തസ്ഥൽ മേ, മണ്ണിൻ്റെ ഉള്ളിൽ, അതായത് മണ്ണിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് മണ്ണിൽ പണിയെടുത്തുകൊണ്ട് തന്നെ കർഷകൻ എന്ത് ചെയ്യുന്നു, മണ്ണിൻ്റെ മഹത്വം പാടുന്നു. അപ്പനെ തൻകി ഗാദ മിലാക്കർ, തൻ്റെ തൻ ശരീരം ഗാദമിലാക്കർ, വളമാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം അത്യധികം പരിശ്രമിച്ചിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് പണി ചെയ്തിട്ട് മിട്ടിക്കോ ജീവിത രഖത്താഹേ, മണ്ണിനെ ജീവൻ ഉള്ളതാക്കി നിർത്തുന്നു. ഗുദ് ജീത്താഹേ, സ്വയം ജീവിക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, മണ്ണിനെ ജീവനുള്ളതാക്കി തീർത്തുകൊണ്ട് സ്വയം ജീവിക്കുന്ന കർഷകനുള്ളതാണ് ഈ ഭൂമി എന്ന് കവി പറയുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്ന കവിതയുള്ളത്. വളരെ ലളിതമായൊരു കവിതയാണ്. കവിത എല്ലാവരും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിച്ച് പഠിക്കുക. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.